ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയറും വൻപയറും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോരുത്തരും ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്താ കറി ഉണ്ടാക്കുക, നാളെ എന്താ കറി ഉണ്ടാക്കുക എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കിത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് വൻപയറും കൂടെ തന്നെ അരക്കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ തന്നെ വൃത്തിയായി കഴുകിയെടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും 2 പച്ചമുളകും 2 തുണ്ട് മല്ലിയിലയാണ് കേട്ടോ. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കാനായിട്ടുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ച് വേവിച്ചെടുക്കുക. ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. നല്ലപോലെ വിസിലടിക്കണം കേട്ടോ. ഒരു 4 വിസിലടിച്ച് ചെറുപയറും വൻപയറൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 4 വിസിലൊക്കെ വന്ന ശേഷം, വിസിൽ നല്ലപോലെ പോയ ശേഷം കേട്ടോ അപ്പോൾ ഞാൻ തുറന്നത്. ഇപ്പോൾ ഇതാ കണ്ടില്ല, ഇതിലത്തെ വൻപയറും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അത് എടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടേ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പയർ വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് നോക്കിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ചേർത്തുകൊണ്ട് തന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു മല്ലിയുടെയും മുളകിൻ്റെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള പയറുണ്ടല്ലോ അത് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്തെ 1 കപ്പ് തേങ്ങ ചിരവിയിലേക്ക് ലേശം വലിയ ജീരകവും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല കുറുക്കനെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കറി നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാണ്. ഞാനിപ്പോൾ ഇത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ലേശം വലിയ ജീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ഒരുപാട് കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള ചാറിലേക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.